കോഴിക്കോട് തുണിക്കടയിൽ തീപിടിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ചേതൻ സാജൻ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ചേതൻ, തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഊർജിതമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ജനപ്രതിനിധികളടക്കം സ്ഥലത്തെത്തിക്കഴിഞ്ഞു. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ബിജി, തീ അളക്കുവാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാറ്റ്, ഈ പ്രദേശത്തുണ്ടായ കാറ്റ് വലിയ രീതിയിലുള്ള വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കാറ്റ് വീശുന്നതോടുകൂടി തീ ആളിപ്പടരുകയാണ്. ഇപ്പോഴും തീ അണക്കാൻ സാധിച്ചിട്ടില്ല. തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റൊക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പോലീസ് ഇടപെട്ട് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ ഈ ഇത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നോക്കിയാൽ കാണാവുന്ന കടയാണ് ഇവിടെ തീ പിടിച്ചത്. തീ പിടിച്ചത്. ഏതായാലും ഇവിടെ ഈ ഫയർഫോഴ്സ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ സാധാരണ ബസ്സുകളാണ്, ബസ് സ്റ്റാൻഡാണ്. ഈ ബസ്സുകളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങോട്ടേക്കൊന്നും വരരുത് എന്ന് പോലീസ് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് നല്ല രീതിയിൽ പുക ഉയരുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി മാസ്കൊക്കെ ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് തീ അണക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ആവശ്യമെങ്കിൽ ഇനിയും ഫയർഫോഴ്സ് യൂണിറ്റ് പോലീസ് ആവശ്യപ്പെടുന്നതായിരിക്കും. ഏതായാലും ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഗതാഗതം, അതായത് ബസ്സൊക്കെ മാറ്റി ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് ബസ് സ്റ്റാൻഡിന് പിന്നിലേക്ക് ബസ്സിൻ്റെ പാർക്കിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരപ്രകാരം ഇങ്ങോട്ട് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കാണിച്ചത്. നമ്മളോട് ഇപ്പോൾ ചേരുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറായ മുസാഫർ അഹമ്മദാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, ഈ തീപിടുത്തത്തിനുള്ള സാഹചര്യം എന്താണ്, അതുപോലെ തന്നെ ആളുകളൊക്കെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു. അല്ല, വൈകിട്ടുണ്ടായ തീപിടുത്തമാണ്. എന്താണ് കാരണം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ നല്ല നിലയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ആവശ്യമായ ഫയർഫോഴ്സ് സംവിധാനങ്ങളും ഫോഴ്സ് നന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീ അണഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഉള്ളതിനും കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല നിലയിൽ തന്നെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരൊക്കെ രക്ഷാപ്രവർത്തനം ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. കൂടുതൽ അപകടത്തിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഷോർട്ട് സർക്യൂട്ടാണ് ആയിരിക്കാം, അത് പരിശോധിക്കേണ്ടതാണ്. എന്തായാലും തീപിടുത്തത്തിൻ്റെ ഭാഗമായി അണക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വാഹനങ്ങളും ഫയർഫോഴ്സിൻ്റെ പുതിയ യൂണിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വരാനാവശ്യമായ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ കൂടുതൽ അപകടത്തിലേക്ക് പോയിട്ടില്ല. എന്തായാലും മനസ്സിലാക്കാൻ സാധിച്ചു. തീപിടുത്തം ഉണ്ടായപ്പോൾ ആൾക്കാർക്ക് ഇറങ്ങി ഓടി. ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഇറങ്ങി ഓടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഞായറാഴ്ച ആയതിനാൽ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്കൊന്നും പോയില്ല എന്നാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ആളപായത്തിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടോ? അതുതന്നെയാണ് വിജയ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞായറാഴ്ച ആയതിനാൽ ഇവിടെ തിരക്ക് പൊതുവെ കുറവായിരുന്നു. സാധാരണ നല്ല തിരക്കുള്ള ഏരിയ ആണ്. കാരണം ബസ് സ്റ്റാൻഡിൽ ധാരാളം പേർ ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നതായിരുന്നു. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ഈ കാണുന്ന കടകളിൽ മിക്ക കടകളും പ്രവർത്തിച്ചിരുന്നില്ല. അതും ഏതായാലും വലിയ രീതിയിൽ ആശ്വാസമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കളക്ടറാണ്. കോഴിക്കോട് ജില്ലാ കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്, സ്നേഹൽ കുമാർ സിംഗ്. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. ഏതായാലും കോഴിക്കോട് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറിയായ M മെഹബൂബും ഒപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായ മുസാഫർ അഹമ്മദും പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും എന്ന കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ സാധിച്ചതിൽ ഞായറാഴ്ച അതിൽ വലിയ രീതിയിലുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ പൊതുവെ ജനസാന്ദ്രത കൂടിയൊരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ മിക്ക ആളുകളുടെ ഒഴുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടായില്ല. അത് മാത്രമല്ല, ഇങ്ങോട്ടേക്കുള്ള നാട്ടുകാരുടെ പ്രവേശനമൊക്കെ പോലീസുകാർ വിലക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇനി ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായ ശേഷം ഈ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമാവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഇതിൽ നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ചില ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാം നിലയിലേക്കാണ് ശ്രമിക്കുന്നത്. ഈ രണ്ടാം നിലയിലാണ് അല്പമെങ്കിലും തീപിടുത്തം കുറഞ്ഞത്. ഇവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോയത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടാക്കിയത്
ഈ 3-ാം നിലയിലാണ്. അവിടെയാണ് ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാറ്റ് ഈ സ്ഥലത്ത് നല്ല രീതിയിലുള്ള കാറ്റ് ഈ തീ അണക്കാനുള്ള ശ്രമത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഏതായാലും ഈ അല്പസമയത്തിനകം ഈ ജില്ലാ കളക്ടറുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കിടക്കുന്നുണ്ടോ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാൻ നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കണം. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കളക്ടർ അല്പസമയം കഴിഞ്ഞ് പ്രതികരിക്കാം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശരി ചേതൻ, തുടരുക. എന്തായാലും സ്നേഹിൽ കുമാർ ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് എന്തായാലും ആളപായമില്ല എന്നത് തന്നെയാണ്. അത് തന്നെയാണ് വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത്.